ദൈവം എന്നെ അറിയുന്നുണ്ടോ? ഈ ഒരു ചിന്ത പലരെയും പല സമയങ്ങളിലും അലട്ടാറുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ദൈവവചനത്തിൽ നിന്ന് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ദൈവത്തെ അറിഞ്ഞു, വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ. ഈ വാക്യം ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 9 കാണുന്നത്. നമ്മൾ ദൈവത്തെ അറിയുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് അപ്പുറമാണ് ദൈവം നമ്മളെ അറിയുന്നത്. അതുകൊണ്ടാണ് നാം ദൈവത്തെ അറിഞ്ഞതിനേക്കാൾ വിശേഷാൽ ദൈവം നമ്മെ അറിയുന്നു. എന്നാൽ പല സമയങ്ങളിലും ദൈവം നമ്മളെ അറിയുന്നില്ല, ദൈവം എന്നെ ഓർക്കുന്നില്ല, എന്നെ മറന്നു കളഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ചിലത് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കണം. ആ കാരണങ്ങൾ മനസ്സിലാക്കി അങ്ങനെയുള്ള ചിന്തകളെ പ്രാർത്ഥനയിലൂടെയും ദൈവാശ്രയത്വത്തിലൂടെയും നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്താക്കിയില്ലെങ്കിൽ സംഭവിക്കുന്ന പ്രശ്നം ദൈവത്തിൽ നമ്മൾ അവിശ്വാസമുള്ളവരായി തീരുകയും നമ്മൾ പതിയെ പതിയെ ദൈവത്തിൻ്റെ ആ ഒരു പദ്ധതിയിൽ നിന്ന് പോലും വഴുതി മാറുന്നതിനും ഇടയായിത്തീരും. കാരണം ഗലാത്യ ലേഖനവും അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ എഴുതിയൊരു പുസ്തകമാണ്. ഗലാത്യ ലേഖനത്തിൻ്റെ ആ ഒരു പശ്ചാത്തലത്തെ നമ്മൾ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്നും സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ധാരാളം ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ചിന്തകളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മളൊന്ന് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെയും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയും നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകത്തില്ലെങ്കിൽ ഈ ഒരു ചിന്ത സർവ്വസാധാരണമാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാം. ദൈവത്തിൻ്റെ വഴികളെ വേണ്ടുവണ്ണം മനസ്സിലാക്കുവാൻ ഗ്രഹിക്കാൻ കഴിയാതെ പോകുമ്പം നമ്മൾ ചിന്തിക്കും, ദൈവം എന്നെ അറിയുന്നില്ലയോ എന്നുള്ളത്. പക്ഷേ ത്രൂ ഔട്ട് ബൈബിൾ നമ്മൾ വായിക്കുമ്പം പഠിക്കുമ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മൾ ദൈവത്തെ കണ്ടെത്തിയതിനും അറിഞ്ഞതിനും എത്രയോ നാളുകൾക്ക് മുമ്പാണ് ദൈവം നമ്മളെ കണ്ടത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടു. ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ദൈവം അറിയുന്നു. ദൈവം അറിയാതെ ഒരു വാക്കുപോലും എൻ്റെ നാവിന്മേലില്ല. നമ്മുടെ പ്രകൃതിയെ ദൈവം അറിയുന്നു. യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു. തങ്കൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു. നഹൂം 1:7-8 വാക്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ശരിക്കും നമ്മൾ ദൈവത്തെ അറിഞ്ഞതിന് എത്രയോ നാളുകൾക്ക് മുമ്പ് ദൈവം നമ്മളെ അറിഞ്ഞു എന്നുള്ളതൊരു അത്ഭുതമാണ്. ഞാനത് കുറച്ച് കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് തെളിയിച്ചു തരാം. നമ്മൾ ദൈവമേ എന്ന് വിളിക്കാൻ തുടങ്ങിയത് എന്നാണ് സത്യത്തിൽ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധത്തിലെ ഒരു പ്രാർത്ഥനയിൽ ഒരു കുഞ്ഞിനെ മാതാപിതാക്കന്മാർ ദൈവസന്നിധി പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്നപ്പോൾ ആ കുഞ്ഞിനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു സമയത്ത് കുറച്ചധികം കുഞ്ഞുങ്ങളുമായിട്ട് മാതാപിതാക്കന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങളോടും ചോദിക്കുകയാണ്, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ കർത്താവായ യേശുവേ ദൈവമേ എന്ന് വല്ലതും ആണോ ആദ്യം വിളിച്ചത്? ഒരിക്കലുമല്ല. നമ്മളാരും യേശുവേ ദൈവമേ എന്നൊന്നും വിളിച്ചൊന്നുമല്ല ഈ ഭൂമിയിലോട്ട് വന്നത്. നമ്മളൊക്കെ സത്യത്തിൽ വിളിച്ചത് എന്താ, അല്ലെ നമ്മുടെ കുഞ്ഞുങ്ങൾ വിളിക്കുന്നത് എന്താ? എനിക്കറിയാം, എന്നേക്കാൾ അനുഭവ സമ്പത്തുള്ള പരിചയമുള്ള ധാരാളം മാതാപിതാക്കന്മാർ ഈ വീഡിയോ ശ്രദ്ധിക്കുന്നുണ്ട്. ഒട്ടുമിക്ക ആളുകളും കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കിയിട്ടുള്ളവരാണ്, ഇല്ലേ? ഒരു 1.5-2 മാസം കഴിയുമ്പോൾ, 1 മാസം കഴിയുമ്പോൾ തൊട്ട് അമ്മമാരുടെ കണ്ണിൽ നോക്കി പുഞ്ചിരിച്ച് 4-5 മാസമൊക്കെ ഉള്ള സമയത്ത് കവിണ് വീണ് അവർ പിടിച്ച് എഴുന്നേക്കാനും ഇരിക്കാനും ഒക്കെ തുടങ്ങി. പതിയെ പതിയെ ചുവടുകൾ വെച്ച് ഒരു 7-ാം മാസം 8-ാം മാസം തൊട്ടൊക്കെ ചെറിയ ചെറിയ വാക്കുകൾ സാധാരണഗതിയിൽ കുഞ്ഞുങ്ങൾ സംസാരിച്ചു തുടങ്ങും. അവർ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഒരിക്കലും ദൈവമേ, കർത്താവേ, യേശുവേ എന്നൊന്നുമല്ല അവർ വിളിക്കുന്നത്. അവരാദ്യം വിളിക്കുന്നത് അമ്മേ, പപ്പ എന്നൊക്കെയാണ്, ഇല്ലേ? കൂടുതലും അമ്മേ, മമ്മി എന്നൊക്കെയാണ് വിളിക്കുന്നത്. സത്യത്തിൽ ഈ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ഈ അമ്മയെന്ന് വിളിച്ചു തുടങ്ങുന്നത്? അമ്മയെന്ന് കുഞ്ഞുങ്ങൾ വിളിച്ചു തുടങ്ങുന്നത്, അമ്മമാർ സ്നേഹത്തോടെ കുഞ്ഞുങ്ങളെ മടിയിൽ കിടത്തി ആ കണ്ണിലേക്കൊക്കെ നോക്കി പാട്ടുകളൊക്കെ മൂളി ആഹാരമൊക്കെ കൊടുത്തിട്ട് ഇടയ്ക്ക് അതിൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയും അമ്മ.
അമ്മ. അങ്ങനെ ഒരു 50 തവണ അമ്മ അമ്മ എന്ന് പറയുമ്പം ഈ കുഞ്ഞത് കേട്ട് അമ്മേ എന്ന് വിളിച്ചു തുടങ്ങും. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മളെല്ലാം ആദ്യം വിളിച്ചത് ദൈവമേ എന്നൊന്നുമല്ല, നമ്മളെല്ലാം വിളിച്ചത് അമ്മേ എന്നൊക്കെയാണ്. പിന്നീട് നമ്മളോട് ദൈവത്തെക്കുറിച്ച് പറഞ്ഞു തന്ന് ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത ഒരാളെ വിശ്വാസത്താൽ വിളിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഒരാളുണ്ടെന്നും അനുഭവങ്ങളിലൂടെ നമ്മൾ ദൈവത്തെ മനസ്സിലാക്കാനായിട്ട് തുടങ്ങി. ആത്മാവായ ദൈവത്തെ അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കി, ജീവിതാനുഭവങ്ങളിലൂടെ നമ്മൾ പഠിച്ചു. ഇന്നും നമ്മളത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കാതെ വരുമ്പം നമ്മൾ മനസ്സിൽ ചിന്തിക്കും, ദൈവം അറിയുന്നില്ലേ, ദൈവം കാണുന്നില്ലേ, ദൈവം മറന്നുപോയോ, അങ്ങനെയൊക്കെ. ദൈവഭക്തന്മാർക്കെല്ലാം അങ്ങനെയുള്ള ചിന്തകൾ അവർക്കെല്ലാം ഉണ്ടായിട്ടുണ്ട്, പ്രിയപ്പെട്ടവരെ. പക്ഷേ നമ്മൾ അമ്മേ എന്ന് വിളിക്കുന്നതിന് മുമ്പ്, അതിനും എത്രയോ നാളുകൾക്ക് മുമ്പ്, ഒരപ്പനും അമ്മയും ഒരു കുഞ്ഞ് ഞങ്ങൾക്ക് വേണമെന്ന് അവരാഗ്രഹിക്കുന്നതിന് മുമ്പ് ഒരാൾ ഈ ഭൂമിയിൽ ജനിക്കണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. ബൈബിൾ അത്ര വ്യക്തമായി അതിനെക്കുറിച്ച് പറയുന്നു. ഞങ്ങളുടെ ഒരു ജീവിതാനുഭവത്തിൽ എല്ലാം ഈ അനുഭവങ്ങൾ പറയുമ്പം ആൾക്കാർ ഇതേ ഉള്ളൂ എന്ന് ചിന്തിക്കും. അങ്ങനെയല്ല. ജീവിതാനുഭവത്തിൽ ഞങ്ങൾക്ക് രണ്ടാമതുണ്ടായതൊരു പെൺകുഞ്ഞാണ്. പക്ഷേ ആ പെൺകുഞ്ഞുണ്ടാകുന്നതിന് എത്രയോ നാളുകൾക്ക് മുമ്പ് ഒരു ദൈവദാസൻ ഒരു ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കാനായിട്ട് പോയപ്പം അദ്ദേഹം ഞങ്ങളോട് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ദൈവദാസനെ, നിങ്ങളുടെ ഇടയിൽ ഒരു പെൺകുഞ്ഞിരിക്കുന്നത് ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു എന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾക്ക് മോൻ മാത്രമേ ഉള്ളൂ. മോനെ അന്ന് സ്കൂളിൽ വിട്ടിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ ചിന്തിച്ചു, ഞങ്ങൾക്ക് മോനാണല്ലോ. അപ്പോൾ അദ്ദേഹം പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല, പ്രാർത്ഥിച്ചു. പക്ഷെ ദൈവം ഞങ്ങൾക്ക് പിന്നീട് തന്നത് ഒരു മോളെയാണ്. അപ്പം പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ പോലും അവരൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയിലും ദൈവത്തിൻ്റെ പ്ലാനിലും ഉണ്ടായവരാണ്. നമ്മളെല്ലാം അങ്ങനെ തന്നെ ഉണ്ടായവരാണ്. പക്ഷെ നമുക്ക് പല സമയങ്ങളിലും ദൈവത്തിൻ്റെ പദ്ധതികളെ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു. ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഉരുവായി കഴിയുമ്പോൾ പ്രാരംഭത്തിൽ ചെയ്യുന്ന ചില ടെസ്റ്റുകൾ 8 ദിവസമോ 10 ദിവസമോ ഒക്കെ കഴിയുമ്പോഴായിരിക്കും അമ്മ പോലും അറിയുന്ന എൻ്റെ വയറ്റിൽ ഒരു ജീവൻ്റെ തുടിപ്പുണ്ട്, ഒരാൾ ഉണ്ടാകാനായിട്ട് പോകുന്നു എന്നുള്ളതൊക്കെ ഒരമ്മ പോലും അറിയുന്നത്. പിന്നെ നമ്മൾ പരിശോധനകൾ നടത്തുന്നു, ഹോർമോൺ ടെസ്റ്റുകളൊക്കെ നടത്തുന്നു, അങ്ങനെയാണത് കൺഫേം ചെയ്യുന്നത്. പക്ഷേ അതിനും എത്രയോ നാളുകൾക്ക് മുമ്പ് ദൈവം നമ്മളെ കണ്ടിട്ടുണ്ട്, പ്രിയപ്പെട്ടവരെ. അപ്പം ഞാൻ വളരെ വേഗത്തിൽ മുമ്പോട്ട് പോവുകയാണ്. ദൈവം നമ്മെ അറിയുന്നുവെന്ന് നന്നായി മനസ്സിലാക്കണം. അടുത്തത്, ദൈവം നമ്മളെ അറിഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഒരല്പമെങ്കിലും ഈ ഒരു ദൈവസ്നേഹത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത്. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, എൻ്റെ ആടുകളെ ഞാൻ അറിയുന്നു. എത്ര വലിയ അറിവാണ് ദൈവത്തിനുള്ളത്. അപ്പോൾ നമ്മൾ ഒന്ന് ധൈര്യപ്പെടണം, നമ്മളൊന്ന് മനസ്സിലാക്കണം. പക്ഷെ പല സമയങ്ങളിലും നമ്മൾ കടന്നു പോകുന്ന പ്രയാസങ്ങളും കടന്നു പോകുന്ന സാഹചര്യങ്ങളും ഒക്കെ, പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഉള്ളിൽ അവിശ്വാസം കൊണ്ടുവരും. വിശ്വാസ ജീവിതത്തിലെ പല അവ്യക്തതകളും ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളും ഒറ്റപ്പെടലുകളും ഒക്കെ അനവധി ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ചോദിക്കും. പക്ഷേ ഞാൻ വളരെ സ്നേഹത്തോടെ കർത്താവിനെ പ്രസംഗിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള നിലയിൽ ഒരുപാട് അവ്യക്തതകളിലൂടെയും കണ്ണുനീരിൻ്റെ താഴ്വരയിലൂടെയും കടന്നുപോയ ആളെന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാനായിട്ടൊരു കാര്യം ഞാൻ പറയാം. നമ്മൾ ഈ മഴക്കാലത്ത് ഒക്കെ ഈ വീട് പണിയുടെ അടിസ്ഥാനമിടുന്ന സ്ഥലത്തേക്ക് നമ്മൾ ചെല്ലുമ്പം അവിടെ കുറേ ചള്ളയുടെ പിന്നെ കൂട്ടിയിട്ടിരിക്കുന്നതും കുറച്ച് കുഴിയും കരിങ്കല്ലുകളും മാത്രമേ നമ്മളവിടെ കാണത്തുള്ളൂ. അപ്പോൾ നമ്മളവിടെ ചെന്ന് നിൽക്കുമ്പം നമ്മൾ ഈ കല്ലുകളെല്ലാം കൂട്ടിയിട്ട് വീടിന് വേണ്ടിയുള്ള അടിസ്ഥാനം എടുക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അതെല്ലാം കാണുമ്പം ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തി കാണുമ്പം ഇതെന്നതാ ഇവിടെ ഉണ്ടാകാൻ പോകുന്നതെന്ന് അവർക്കൊരിക്കലും മനസ്സിലാകില്ല. പക്ഷേ ആ വീടിൻ്റെ പണിക്ക് നേതൃത്വം കൊടുക്കുന്ന വീട്ടുകാരനും ആർക്കിടെക്റ്റിനും എൻജിനീയറിനുമെല്ലാം കൃത്യമായി ഒരു കാര്യം അറിയാം. അവർ കാണുന്നത് അവിടെ കൂടിക്കിടക്കുന്ന ചള്ളയോ കല്ലുകളോ കുഴിയോ വെള്ളക്കെട്ടുകളോ ഒന്നുമല്ല. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ മനോഹരമായി പണിത് തീർത്തിരിക്കുന്ന ഒരു ഭവനമാണ്. ഇത് കുറച്ച് നാളുകൾക്ക് മുമ്പ്
ഞാൻ വളരെ വേദനപ്പെട്ട് ഭാരപ്പെട്ടിരുന്നപ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് തന്നൊരു ചിന്തയാണ്, സൃഷ്ടാവാം ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതികൾ വിശാലവും ശ്രേഷ്ഠവുമാണ്. പക്ഷേ ഇന്ന് കൂടിക്കിടക്കുന്ന കുറച്ച് കല്ലുകളും കിളച്ചിട്ടിരിക്കുന്ന ഭൂമിയും കെട്ടിക്കിടക്കുന്ന വെള്ളവും ഒക്കെ കാണുമ്പോൾ ഇവിടെ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്, ഇവിടെ ഇനി എന്താണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് പല സമയങ്ങളിലും നമ്മൾ അറിയത്തില്ല, നമ്മൾ മനസ്സിലാക്കില്ല. പക്ഷേ പണി മുൻപോട്ട് പോയി അതിൻ്റെ ആ പണികളെല്ലാം കഴിഞ്ഞ്, അതിൻ്റെ ഫിനിഷിങ്ങുകളെല്ലാം കഴിഞ്ഞ് ആ വീട് മാറ്റത്തിൻ്റെ സമയത്തിലേക്ക് അല്ലെങ്കിൽ ആ ഗൃഹപ്രവേശന സമയത്ത് നമ്മൾ അവിടേക്ക് ചെല്ലുമ്പോൾ അതിമനോഹരമായി പണിതിട്ടിരിക്കുന്ന ഒരു വീട് നമുക്കവിടെ കാണാൻ പറ്റും. അന്ന് അവിടെ ചള്ള കാണില്ല, കല്ല് കാണില്ല, വെള്ളക്കെട്ടുകൾ കാണില്ല. അതെല്ലാം അതെ പരിഹരിച്ചുകൊണ്ട് മനോഹരമായി പൂർത്തീകരിച്ച ഒരു വീട് അവിടെ കാണും. എന്താണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു ചെറിയ കാര്യത്തിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ദൈവത്തിന് ഒരാളെക്കുറിച്ചുള്ള പദ്ധതികളും ദൈവത്തിന് ഒരാളെക്കുറിച്ചുള്ള ഉദ്ദേശവും ഒരു മനുഷ്യ മനസ്സുകളുടെയും ഉള്ളിൽ തെളിയുന്നതോ മനസ്സിലാക്കാൻ പറ്റുന്നതോ അല്ല. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊക്കെയുള്ള പദ്ധതികൾ ശ്രേഷ്ഠകരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ പല സമയങ്ങളിലും ഈ പദ്ധതികളെ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത് അവിശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയായിത്തീരും. അതാണ് കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞത്, ദൈവം എന്നെ അറിയുന്നില്ലേ, ദൈവം എന്നെ മറന്നു കളഞ്ഞു എന്ന്. ഇങ്ങനെയുള്ള ചിന്തകൾ ദൈവിക ബന്ധത്തിൽ നമ്മൾ മുൻപോട്ട് പോകാത്തത് കൊണ്ടും ദൈവത്തിൻ്റെ വഴികളെ തിരിച്ചറിയാത്തത് കൊണ്ടും നമ്മുടെ കാഴ്ചപ്പാടുകൾ മങ്ങിപ്പോകുന്നത് കൊണ്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചിന്തകളെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു കളഞ്ഞ് വിശ്വാസ ജീവിതമാണിതെന്ന് മനസ്സിലാക്കുക. ചില സമയങ്ങളിൽ എൻ്റെ നീതിമാൻ വിശ്വാസത്തോടെ ജീവിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവാശ്രയത്തോടെ വിശ്വാസത്തോടെ മുൻപോട്ട് പോവുക. നമ്മൾ ഗൗരവമായി ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എവിടെയെങ്കിലും നമ്മുടെ ബന്ധം ദൈവത്തോടുള്ള നിലയിൽ മുറിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ നമ്മളതിനെ ക്രമീകരിക്കുക എന്നുള്ളതാണ്. ഉടഞ്ഞുപോയ ബന്ധങ്ങളെ ദൈവസന്നിധിയിൽ പുനഃസ്ഥാപിക്കുക, പാപങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയുക, കണ്ണുനീരോടെ ദൈവ പദ്ധതിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നാം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗലാത്യ ലേഖനത്തിലേക്ക് പോകാം. ഇതൊരു വചന പഠനം കൂടെയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം. വെറുതെ കുറച്ച് കാര്യങ്ങൾ കേട്ട് മാത്രം പോവുകയല്ല, നന്നായി ദൈവവചനം പഠിപ്പിക്കണം, നമ്മൾ പഠിപ്പിക്കണം, ഇത് മനസ്സിലാക്കണം. ഞാൻ സാധാരണ പറയുന്ന പോലെ ബൈബിൾ കോളേജിൽ അങ്ങനെ പോകാനും പഠിക്കാനും ഒന്നും ചിലർക്കൊന്നും കഴിഞ്ഞൊന്നും വരില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ശുശ്രൂഷകളിലൊക്കെ വചനം കുറച്ച് പഠിപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. കാരണം വചനമാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് കയറേണ്ടുന്നത്. ഗലാത്യ ലേഖനം എന്ന് പറയുന്നൊരു പുസ്തകം തന്നെ ജാതീയ മാർഗത്തിൽ ജീവിച്ചിരുന്ന കുറച്ചധികം ആളുകൾ, അവർ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും യേശു ക്രിസ്തുവിലുള്ള രക്ഷയെക്കുറിച്ചും അവർ കേട്ടു. അങ്ങനെ അവർ കർത്താവിങ്കിലേക്ക് വന്നു, രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു, ദൈവകൽപ്പനകൾ അവരനുസരിച്ചു, അവരാത്മാവിൻ്റെ ശക്തി പ്രാപിച്ചു, അവർ ദൈവകൃപയെ അനുഭവിച്ച് അവർ മുൻപോട്ട് അവരെ യാത്ര ചെയ്ത് പോയപ്പോൾ ആരൊക്കെയോ എന്തൊക്കെയോ ചില തെറ്റായ ഉപദേശങ്ങൾ അവരുടെ മനസ്സിലേക്ക് കുത്തിക്കയറ്റി. നമ്മൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതേ കാര്യം ഞാൻ പറയുകയുണ്ടായി. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യാഖ്യാനത്തെ വളരെ ശ്രദ്ധയോടെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. എല്ലാം നല്ലതാണെന്ന് നമുക്ക് തോന്നും, പക്ഷേ പലതിൻ്റെയും പിന്നിൽ പല ദുരുദ്ദേശവും ഉണ്ടാകും എന്നുള്ളതാണ് സത്യം. നമ്മുടെ പണവും നമ്മുടെ ആരോഗ്യമൊന്നും എങ്ങും കൊണ്ടുപോയി കൊടുത്ത് നശിപ്പിക്കരുത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി പേരെന്നോട് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥനകൾക്ക് പണം ആവശ്യപ്പെടുന്നു, പ്രാർത്ഥനകൾക്ക് ഓക്കെ, നമ്മുടെ മനസ്സിൽ ഒരാൾക്ക് കൊടുക്കണമെന്ന് തോന്നുമ്പോൾ നമ്മൾ കൊടുക്കുന്നു. പക്ഷേ ഇത് ആവശ്യപ്പെടുന്നു, ഇത് ഒരിക്കലും നമ്മൾ അതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെയുള്ളത് എത്രത്തോളം ദൈവികമാണെന്നൊന്നും എനിക്കറിയില്ല. ചതിയിലൊന്നും പെട്ട് പോകരുത്. അങ്ങനെയൊക്കെ ഒത്തിരി നഷ്ടപ്പെട്ടു പോയ ഒത്തിരി പേരെ എനിക്കറിയാം. അവർ പിന്നീട് ദൈവവചനം തന്നെ തെറ്റാണെന്ന് പറഞ്ഞു പോയി. അത് അവരവരെ ശ്രദ്ധിക്കേണ്ടുന്ന മേഖലകളാണ്. വളരെ ശ്രദ്ധിക്കുക.
ദൈവത്തിന് സ്തോത്രം. അബദ്ധങ്ങളിലും ചതിക്കുഴികളിലും ഒന്നും പോയി പെടരുത്. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറഞ്ഞതുപോലെ കാണുന്നതെല്ലാം നല്ലതാകണമെന്നില്ല. അപ്പം യഥാർത്ഥമായി ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ പഠിക്കുക. ഇങ്ങനെ വിശ്വാസത്തിലും ദൈവകൃപയിലുമൊക്കെ ധൈര്യത്തോടുകൂടെ മുൻപോട്ട് പോയിരുന്നവരുടെ ഉള്ളിലേക്ക് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളിലെ ഇനിയും വിശ്വാസം രക്ഷയുണ്ടാകൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിച്ഛേദന ഏൽക്കണമെന്നൊക്കെ പറഞ്ഞ് പഴയ നിയമ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൽപ്പനകളുമൊക്കെ അവരുടെ ഉള്ളിലേക്ക് കയറ്റി. അതാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാണിച്ചിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആര്? നിങ്ങൾക്ക് ആത്മാവിനെ കിട്ടിയത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാലോ അല്ല. അബ്രഹാമിൻ്റെ അനുഗ്രഹം വിശ്വാസികൾക്ക് വാഗ്ദത്തത്തിൻ്റെ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ ലഭ്യമായി തീരുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പിച്ച് പറഞ്ഞ് അങ്ങനെ എഴുതിയൊരു പുസ്തകമാണ് ഗലാത്യ ലേഖനം. നിങ്ങൾ ആ ലേഖനം മുഴുവനും ഒന്ന് വായിച്ച് പഠിച്ചാൽ മനസ്സിലാകും. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അതായത് അവരിറങ്ങിത്തിരിച്ചു. ഇപ്പോൾ അവർക്ക് സംശയമാണ്, ഏതാണ് ശരി ഏതാണ് ശരിയല്ല എന്ന്. ഇന്നും അങ്ങനെയാണല്ലോ. ഒരു പ്രസംഗം കേട്ടിട്ട് അടുത്ത പ്രസംഗം കേൾക്കുമ്പോൾ അടുത്തടുത്ത് പോകുമ്പോൾ നമുക്ക് സംശയമാകും, ഏതാ ശരി, അതാണോ ശരി, ഇതാണോ ശരി. പക്ഷെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും ആര് പറയുന്നതിനേക്കാൾ അധികവും നമ്മൾ ദൈവവചനം വായിച്ച് മനസ്സിലാക്കുക. ഈ പറയുന്ന കാര്യങ്ങൾ വചനത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക. ദൈവത്തിന് സ്തോത്രം. ഞാൻ അതുകൊണ്ടാണ് എപ്പോഴും ദൈവജന ശുശ്രൂഷയിൽ ഒരു വാക്യമെങ്കിലും അടിസ്ഥാനപരമായി കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കുന്നത്. പലരും പല വിഷയങ്ങളും എന്നോട് വീഡിയോ ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാനത് ചെയ്യാത്തതിൻ്റെ കാരണം എനിക്കതിനെ പറ്റിയ ഒരു വാക്യം പല സമയങ്ങളിലും അതിന് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പം അത് കിട്ടാത്തത് കൊണ്ട് നമുക്കതിനെ തെളിയിക്കാൻ പറ്റില്ല. അപ്പോൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാത്ത ഊഹാപോഹങ്ങളുടെയും അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളുടെയും പുറകിലൊക്കെ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും തെറ്റായ കാര്യങ്ങളിലേക്ക് എത്തും. അതുകൊണ്ടാണ്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ, ശരിക്കും പറഞ്ഞാൽ കുഴഞ്ഞൊരവസ്ഥയിലേക്ക് അവരെത്തി. അങ്ങനെ അവർ ദൈവത്തിൽ നിന്ന് മാറി യാത്ര ചെയ്യാനും അല്ലെങ്കിൽ ഒരു പിന്മാറ്റത്തിലേക്കും, ശരിക്കും ഗലാത്യ ലേഖനം നിങ്ങളെ കലക്കിക്കളഞ്ഞവനാരാണ്, എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? ഗലാത്യ ലേഖനത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ നന്നായി ഓടിയിരുന്നു, എന്നാൽ സത്യം അനുസരിപ്പാതിരിപ്പാൻ തക്കവണ്ണം നിങ്ങളെ മയക്കിക്കളഞ്ഞതാരാണ്? നിങ്ങളെ കലക്കിക്കളഞ്ഞതാരാണ്? നിങ്ങൾക്ക് സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? അപ്പോസ്തലനായ പൗലോസിൻ്റെ ചോദ്യം ഇതാണ്, സത്യത്തിൽ നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? പ്രിയപ്പെട്ടവരെ, നമ്മളും ഇങ്ങനെ പല സമയങ്ങളിലും ചിന്തിക്കും, എന്താണ് സത്യത്തിൽ എനിക്ക് സംഭവിച്ചത്? എന്താണ് സത്യത്തിൽ അവർക്ക് സംഭവിച്ചത്? സംഭവിച്ചത് മറ്റൊന്നുമല്ല, ഇത്രയുമുള്ളൂ, ഉള്ളിൽ കയറിക്കൂടാൻ പാടില്ലാത്ത പലതും ഉള്ളിൽ കയറിക്കൂടി. അകത്ത് കയറ്റാൻ പാടില്ലാത്ത പലതും അകത്ത് കയറ്റി. അത് കയറിയത് കൊണ്ടാണ് ആരുടെയൊക്കെയോ ബ്രെയിൻ വാഷിങ്, ആരുടെയൊക്കെയോ ചിന്തകൾ, അതൊന്നും ദൈവികമല്ലാത്തതായിരുന്നു. അങ്ങനെ വന്നപ്പോൾ അവർ എന്താണ് സംഭവിച്ചതെന്നറിയാമോ? അവർ പിന്മാറ്റത്തിലേക്ക് പോകാനായിട്ട് തുടങ്ങി. അവർ ദൈവത്തിൽ നിന്ന് അകന്നു മാറാനായിട്ട് തുടങ്ങി. അത് മനസ്സിലാക്കിയ പരിശുദ്ധാത്മാവ് അവരോട് പറയുകയാണ്, നിങ്ങൾ ദൈവത്തെ അറിഞ്ഞു, വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ. ഇന്ന് ധാരാളം ദൈവജന സന്ദേശങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നവരാണ്. യൂട്യൂബ് തുറന്നാൽ പിന്നെ പ്രസംഗം കൊണ്ട് നമുക്ക് ഇരിക്കപ്രതിയില്ല, പ്രിയപ്പെട്ടവരെ. അപ്പം നമ്മളിതിൽ സത്യം ഏത് തീയതേത് എങ്ങനെ തിരിച്ചറിയും? അതിനൊക്കെയുള്ള തെളിവുകളുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഞാൻ അതിനെക്കുറിച്ച് പറയാം. ഒരു പ്രസംഗം പരിശുദ്ധാത്മാവിലുള്ള പ്രസംഗമാണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? അറിയാനായുള്ള തെളിവുകൾ വചനം നമ്മളോട് പറയുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അതിനെക്കുറിച്ച് അടുത്ത ദിവസങ്ങളിൽ ഒരു വീഡിയോ ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. അതിന് വലിയ വിവേചനമോ വലിയ വെളിപ്പാടുകളോ ഒന്നും വേണ്ട. സാധാരണക്കാർക്ക് പോലും മനസ്സിലാകാൻ പറ്റുന്ന രീതിയിൽ ഞാനത് മനസ്സിലാക്കി തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പം നമുക്ക് വളരെ വേഗത്തിൽ ആ ഭാഗത്തിലേക്ക് പോകാം. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യമാണ്. ഇപ്പോഴോ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞും, വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞും ഇരിക്കെ നിങ്ങൾ ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അതിന് നിങ്ങൾ അടിമപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ വാക്യത്തിന് തൊട്ട് പിൻപിലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഇങ്ങനെയാണ്: സ്വഭാവത്താൽ
ദൈവമല്ലാത്തവയ്ക്ക് അടിമപ്പെട്ട് ദൈവത്തെ അറിയാതിരുന്നൊരു കാലമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കാണ് ഇത് സംഭവിച്ചത്. ലോകമനുഷ്യനെക്കുറിച്ചല്ല ഇത് പറയുന്നത്. നമ്മൾ ചിന്തിക്കും ലോകമനുഷ്യനെക്കുറിച്ചാണ്. അല്ല, നന്നായി ഓടിയവരും നന്നായി മുമ്പോട്ട് പോയവരും ഒക്കെ ഒരു കാലഘട്ടങ്ങളിൽ ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവസ്നേഹം അനുഭവിക്കാത്തവരായിട്ടൊക്കെ ജീവിച്ചിരുന്ന ധാരാളം ആളുകൾ അവർ പിന്നീട് ദൈവസ്നേഹത്തിലേക്ക് വന്നപ്പം അവർക്ക് വളർച്ച കൈവരിക്കാൻ പറ്റാതെ സംശയങ്ങൾ അവരുടെ ഉള്ളിലേക്ക് കയറി. പല സമയങ്ങളിലും ഈ സംശയങ്ങൾ പിശാച് നമ്മുടെ ഉള്ളിൽ കയറ്റി നമ്മളെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകും. അതൊരു വലിയൊരു അപകടകരമായ അവസ്ഥയാണ്. അതുകൊണ്ട് മനസ്സിലാക്കുക, ഇങ്ങനെയൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലും കാരണവശാൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് മനസ്സിലാക്കണം. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം നമ്മളെ കണ്ടതാണ്. പിണ്ഡാകാരമായിരുന്നപ്പോൾ ലോകസ്ഥാപനത്തിന് മുമ്പേ അവിടെ നമ്മളെ കണ്ടെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. 2, എൻ്റെ ഭാവി എൻ്റെ ദൈവം അറിയുന്നു. എൻ്റെ കഷ്ടതകൾ എൻ്റെ ദൈവം അറിയുന്നു. എൻ്റെ ജീവിതം അവിടുത്തെ കരങ്ങളിലാണ്. എനിക്കുള്ളതെല്ലാം ദൈവം അറിയുന്നു. അടുത്തത്, ദൈവം എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടോ? ദൈവത്തോടുള്ള കൂട്ടായ്മയിലാണോ ഞാൻ നടക്കുന്നത്? ആ ബന്ധം എവിടെയെങ്കിലും അറ്റുപോയിട്ടുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞതുപോലെ കൂടെ നടക്കേണ്ടവർ വഴിമാറി എവിടെയെങ്കിലും യാത്ര ചെയ്യുന്നുണ്ടോ? അത് അവരവർ ദൈവസന്നിധിയിലിരുന്ന് കണ്ടുപിടിക്കണം. അത് പ്രവാചകന്മാർക്ക് ചിലപ്പോൾ വെളിപ്പെടണമെന്ന് വരത്തില്ല. ഒത്തിരി ആൾക്കാർ ദൈവദാസനെ എൻ്റെ കുറവൊന്ന് വെളിപ്പെടുത്തി തരണേ എന്ന് ഞാൻ വചനം പഠിച്ചപ്പം നമ്മുടെ കുറവുകൾ ഒരു പരിധി വരെ ദൈവം വെളിപ്പെടുത്തുമെങ്കിലും പൂർണ്ണമായും നമ്മളോടാണ് ദൈവം ഇടപെടുന്നത്. കാരണം ഇത് നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇതൊരു വലിയ പ്രോസസ്സാണ്. പക്ഷേ ഇതിനെ നമ്മൾ മറികടക്കാൻ കഴിഞ്ഞാൽ വലിയ ദൈവപ്രവർത്തികൾ, വലിയ ദൈവിക കൂട്ടായ്മകളൊക്കെ നമുക്ക് കർത്താവിൻ്റെ ആ സ്നേഹമൊക്കെ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് കഴിയും. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു വിശ്വസിക്കുന്നു. ആമേൻ. കുറച്ച് മുമ്പ് പറഞ്ഞ ദൈവവചന ഭാഗങ്ങളിലെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ദൈവം മറന്നിട്ടില്ല. പ്രതീക്ഷിക്കുന്നത് പോലെ ഒന്നും അല്ലെങ്കിലും അവിടുന്ന് മൗനമായിരുന്നാലും വിഷമിക്കരുത്. ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് ആഗ്രഹിക്കുക. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ദൈവസന്നിധിയോട് ഞങ്ങൾ അടുത്ത് വരുന്നു. പ്രത്യേകാല ഈ ദൈവജനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഉള്ളിൽ നിന്ന് എല്ലാ തരത്തിലുള്ള സംശയങ്ങളും മാറിപ്പോകുവാൻ ഇടയായി തീരണം. കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ ദൈവസ്നേഹത്തിൽ മുമ്പോട്ട് പോകുവാൻ സഹായിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു.